നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ വിഷയം. ശുക്രൻ അസുരാചാര്യൻ ധനുരാശിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഈ ധനുരാശിയിൽ ശുക്രൻ പ്രവേശിച്ചത് ധനുമാസം 5-ാം തീയതിയാണ്. അതായത് 2025 ഡിസംബർ മാസം 20-ാം തീയതി. കേവലം 24 ദിനങ്ങൾ മാത്രമാണ്. അതായത് 2026 ജനുവരി 12 വരെയാണ് ശുക്രൻ ധനുവിൽ നിൽക്കുന്നത്. ധനുമാസം 28-ാം തീയതി വരെ. ഈ 24 ദിവസം ശുക്രൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും അനുകൂലമായ സ്ഥിതിവിശേഷത്തെ സംജാതമാക്കുന്നു എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ മനസ്സിലാക്കണം, ഏതാനും ദിനങ്ങൾ മാത്രമാണ് ഒരു രാശിയിൽ ശുക്രൻ നിൽക്കുന്നത്, കേവലം 24 ദിവസം. പക്ഷേ വ്യാഴത്തെയും ശനിയെയും പോലെയല്ല ബുധൻ്റെയും ശുക്രൻ്റെയും രാശിചാരം. ഏത് സമയത്തും ഫലം ചെയ്യുന്നു. ബുധൻ ഏത് സമയത്തും ബുധ ഫലതസ്തു സർവത, ഏത് സമയത്തും ഫലം ചെയ്യും. അതിനാൽ അപ്രകാരം തന്നെ ശുക്രനെയും നാം നിരൂപിക്കണം. ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധശുക്രന്മാർ എന്നറിയുക. ഈ 24 ദിവസം കൊണ്ട് തന്നെ പല മിറക്കിൾസും പലർക്കും സംഭവിക്കാം. വൈവാഹിക ജീവിതം താറുമാറാകാം, അല്ലെങ്കിൽ വളരെ സ്വസ്ഥമായി വരാം. അവിചാരിതമായ ലോട്ടറി ലക്ക്, ഗാംബ്ലിംഗ് ഭാഗ്യങ്ങൾ വരാം, അല്ലെങ്കിൽ ധനം മുഴുവൻ നശിച്ചു പോകാം. തനിക്ക് വലിയ വാഹന ലാഭങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ വാഹനം കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാം. കാരണം ശുക്രൻ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? അബലാഭോഗയാനാനി ശുക്ര. ജീവിതത്തിലുള്ള ഭൗതിക സുഖങ്ങളെയും സ്ത്രീ സുഖങ്ങളെയും സ്ത്രീ വിഷയങ്ങളെയും വാഹനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു ശുക്രൻ. ഇറ്റ്സ് എ മെറ്റീരിയലിസ്റ്റ്. ഭൗതിക സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു ശുക്രൻ. അതിനാൽ ശുക്രൻ ബലവാനാണെങ്കിൽ ഭൗതിക സുഖവുമായി ബന്ധപ്പെട്ട എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ് ശുക്രൻ പ്രദാനം ചെയ്യുന്നത്. അപ്രകാരം വ്യാഴമാണെങ്കിൽ ആത്മീയ സുഖത്തിൻ്റെ പൂർണ്ണതയും. അതിനാൽ നമുക്ക് മേടൻ രാശി മുതൽ ഈ 12 രാശിക്കാർക്കും ഈ ചാരവശാൽ ശുക്രൻ്റെ ഈ ചാരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ശുക്രൻ തൗരിത്രികമാണ്. സംഗീതം, സംഗീത ഉപകരണങ്ങൾ, നൃത്തം, ഇതിനൊക്കെ പ്രതിദാനം ചെയ്യുന്നു. ആ മേഖലകളിൽ പലർക്കും ശോഭിക്കാം. ഈ മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ളവർക്ക് അവർക്ക് വിദേശങ്ങളിലൊക്കെ തങ്ങളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാം, നല്ല ആങ്കേഴ്സ് ആകാം. അപ്പോൾ ധാരാളം സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ ചിലപ്പോൾ ദോഷങ്ങളും ശുക്രൻ പ്രദാനം ചെയ്യുന്നു. അതാണ് സവിസ്തരം നാം പ്രതിപാദിക്കുന്നത്. ഏവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ എവിടെ നിൽക്കുന്നു? ശുക്രൻ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. 11-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ വരാഹമികർ ആചാര്യൻ പറഞ്ഞത് ഒറ്റ ഫലമാണ്: സലാഭ. ലാഭേന സഹ വർത്തതീതി സലാഭ. ഈ വ്യക്തിക്ക് ലാഭമുണ്ടാകും. ശുക്രൻ ഏതെല്ലാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണെന്ന് അറിയണം കുംഭൻ രാശിക്കാർക്ക്. ഒന്ന് 4-ാം ഭാവാധിപനാണ്, മറ്റൊന്ന് 9-ാം ഭാവമാണ്. 9-ാം ഭാവം പിതാവാണ്, ഭാഗ്യമാണ്. 4-ാം ഭാവം വീട്, കുടുംബം, അമ്മ. ഇവിടെ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. ആർക്ക്? കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ. കാരണം എന്താണ്? കുംഭൻ രാശിക്കാരുടെ വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാൻ, 2-ാം ഭാവം ധനം, അപ്രകാരം ലാഭം. ഈ ഗ്രഹം വ്യാഴം ഈ ശുക്രനെ നോക്കുന്നുണ്ട്. അതിനാൽ പൈതൃകമായ ധനം ലഭിക്കാം. അമ്മയുടെ ഭാഗത്തു നിന്നും അച്ഛൻ്റെ ഭാഗത്തു നിന്നും പൂർവിക സ്വത്ത് ലഭിക്കാം. ഭൂമി ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയം ഭൂമി വേണമെങ്കിൽ വിറ്റ് കാശാക്കാം. ധാരാളം പൈതൃകമായ സമ്പത്തുകൾ തനിക്ക് അനുഭവിക്കാനുള്ള ഒരു അസുലഭമായ അവസരം തരും ഈ 24 ദിവസം. വാഹനം ലഭിക്കും. എല്ലാ ഭൗതിക സുഖങ്ങളും തനിക്ക് വരും. 11-ലെ ശുക്രനാണ്. ഗുണേഹി പൂജ്യ സസ്വ തുരസഹിതേ ദാനവഗുരു. ഗുണേഹി പൂജ്യ, തൻ്റെ ഗുണങ്ങളാൽ താൻ അംഗീകരിക്കപ്പെടും. സസ്വഹ സ്വം അസ്യ സ്ഥിതി സസ്വഹ. തനിക്ക് ധനം ലഭിക്കും. ധനത്തോടു കൂടിയ ആളാകും. ധാരാളം ആനുകൂല്യങ്ങൾ ഈ 24 ദിവസം കുംഭൻ രാശിക്കാർക്ക് തരും. കാത്തിരുന്നുകൊള്ളൂ. ഇവിടെ ഞാൻ പറയും, ഗാംബ്ലിംഗ് ചെയ്യുന്നവർക്ക്, ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റിൽ അവർക്കൊക്കെ നിറയെ കാശ് കിട്ടും. അതിനപ്പുറത്ത് ലോട്ടറി എടുക്കുന്നവർക്ക് ലോട്ടറിയിലൊക്കെ ലഭിക്കാം. സുഹൃത്തുക്കളുമായി ചേർന്ന് ലോട്ടറിയൊക്കെ എടുത്താൽ ധാരാളം സമ്പത്ത് ഇതിലൂടെ സമാഹരിക്കുവാൻ, അക്യുമുലേറ്റിംഗ് വെൽത്ത്, ഈ ഒരു 24 ദിവസം വളരെ പ്രാപ്തരാക്കും കുംഭൻ രാശിക്കാരെ എന്നറിയുക. നല്ല പുത്തൻ വ്യാപാരങ്ങൾ, പുത്തൻ കാറ്, വീട്, ഇതുമായി ബന്ധപ്പെടുന്ന ആഡംബരങ്ങൾ, ഇതൊക്കെ തന്നെ
11ാം ഭാവത്തിൽ നിൽക്കും. സുരൂപം മഹീപം ച കുര്യാച്ച സമ്യക് എന്നാണ് ചമത്കാരി എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഭൃഗുർ ലാഭകോ ലാഭതോ യസ്യ ലഗ്നേ, ഒരാൾ ജാതകത്തിൽ 11ാം ഭാവത്തിൽ ശുക്രൻ വന്നാൽ സുരൂപം അദ്ദേഹത്തിൻ്റെ നല്ല രൂപത്തോടു കൂടിയാക്കും. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ രൂപത്തിന് ധാരാളം മാറ്റം വരും. കോമളമായ രൂപമുണ്ടാകും. അയാൾ എത്ര മുഷിഞ്ഞവനാണെങ്കിലും അയാൾ നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. മഹീപം ച കുര്യാത്ത്, അയാളെ രാജാവാക്കും. മഹീം പാതീതി മഹീപ, അയാളെ രാജതുല്യനാക്കി മാറ്റും. ലസൽ കീർത്തി സത്യാനുരാഗ്യം ഗുണാഢ്യം, ലസൽ കീർത്തി വളരെയധികം കീർത്തി പരത്തും. സത്യവും അനുരാഗം ഒക്കെ ഇദ്ദേഹത്തിനുണ്ടാകും. മഹായോഗം ഐശ്വര്യ തേജോധികഞ്ച, വലിയധികം ഐശ്വര്യം തേജസ് ഉണ്ടാകും. ഞാൻ എന്തുകൊണ്ടാണ് ശുക്രൻ്റെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? കാരണം ബുധനും ശുക്രനും പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. അതിനാൽ കുംഭൻ രാശിക്കാർക്ക് ഇന്നത്തെ 12 രാശിയിലും ഞാൻ പറയുക, കുംഭൻ രാശിക്കാർക്ക് വലിയൊരു സൗഭാഗ്യം ഈ ശുക്രൻ തരും 24 ദിവസക്കാലം. അതിനിടയിൽ എല്ലാം മംഗളമായി വരാൻ കുംഭൻ രാശിക്കാർ ശ്രമിക്കുക. നന്നായി ഭാഗ്യാധിപനാണ്. ധർമ്മദൈവ സങ്കേതങ്ങളിൽ വിളക്കിൽ എണ്ണതിരി കൊടുക്കുക. അതിന് പുറമേ നന്നായി ഗണപതിക്ക് നാളികേരം അടിക്കുക. ധർമ്മദൈവ സങ്കേതങ്ങളിൽ നിർബന്ധമായി പോവും. എന്താണ് അവിടുത്തെ ധർമ്മദൈവമെന്ന് അറിഞ്ഞ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് വിളക്കിലേക്ക് എണ്ണാതിരി. ഒരു ഉത്സവം വരികയാണ് മലബാറിലൊക്കെ. അപ്പോൾ അവിടത്തേക്ക് ഉത്സവത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുക. വളരെ നന്നായി മുന്നോട്ട് പോകുക. പ്രായമുള്ള മുത്തച്ഛനും മുത്തശ്ശിക്കും തങ്ങളുടെ പൗത്രൻ്റെയും പൗത്രിയുടെയും വിവാഹം കാണുവാനുള്ള അവസരം വരും. അവർക്ക് മക്കൾ ഉണ്ടാകാനുള്ള അവസരം വരും. ഇങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട്. നല്ല മക്കളുണ്ടാകും. മക്കൾക്ക് വളരെയധികം ഗുണം വരും. കാരണം ഭാഗ്യാധിപനായ ഗ്രഹം നോക്കുന്നത് സന്താന സ്ഥാനത്താണ്. സന്താന സ്ഥാനത്ത് നോക്കുമ്പോൾ സന്താനങ്ങൾക്ക് അങ്ങേറ്റം ശ്രേയസ് ഉണ്ടാകും. ഇദ്ദേഹത്തിനും ഈ വ്യക്തിക്ക് കുംഭൻ രാശിക്കാർക്കും സന്താന വിഷയത്തിന് ഏറ്റവും അനുകൂലമാണ്. പെട്ടെന്ന് സന്താനങ്ങൾ ഉണ്ടാവാൻ നല്ലതാണ്. അതിനുവേണ്ട IVF പോലുള്ള ചികിത്സകൾ രക്ഷയില്ലെങ്കിൽ പോയി കണ്ട് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചികിത്സ ആരംഭിക്കണം. എല്ലാ കുംഭൻ രാശിക്കാർക്കും നല്ലൊരു 24 ദിവസക്കാലം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.